ഇവിടെ പറ്റല്ലേ ചാവോ നല്ല മാതിരി ഇരുന്ന മുഖത്ത് കണ്ണി കണ്ട സാമാനം പറ്റിയിട്ട് അമ്മ കൊല്ലും. ചെറിയായിട്ട് പെയിൻ ഉണ്ടാവുന്ന അതിന്റെ കൂടെ ഇരുന്നതല്ലേ? അടിപൊളി. സെറ്റാവ്. ഇന്നലെ എൻ്റെ അല്ല നിന്റെ ഗ്രൂപ്പിൽ നിന്ന് ചേക്കണല്ലേ? ശരി. വേറെയാ? ശ്രീകുട്ടിക്ക് സെറ്റായി ഫേസ്ബുക്കിന്നാ. ഫേസ്ബുക്കിൽ പുതിയ പോസ്റ്റ് ഇടണല്ലോ കുറേ നാളായിട്ടിട്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ശ്രീകുട്ടിയുടെ കല്യാണം വിളിക്കില്ലേ? ശ്രീകുട്ടി നിന്റെ കല്യാണം വിളിക്കില്ലേ എന്നാണ് അന്വേഷിച്ച് ചോദിക്കുന്നത്. വിളിച്ചാൽ ഞങ്ങൾ വരും. വിളിക്കാത്ത കല്യാണത്തിന് പോയി ഞങ്ങൾക്ക് ഭയങ്കര ചീരാ. പിന്നെ വിളിച്ച കല്യാണത്തിന് നല്ല കൂളുണ്ടല്ലോ. അടിപൊളി. സന്തോഷമായിരിക്കൂ അയ്യാൻ അല്ലേ? ഹാപ്പി ആയിരിക്കൂ അമ്മേ. അതെല്ലേ? അച്ഛൻ എന്തായിട്ട്? അനീഷ് ചുള്ളനായോണ്ടിരിക്കടിയേ. മാസ്ക് ഒക്കെ ഇട്ടിട്ട് എന്നാ പറിച്ചു കഴിയുമ്പോ തൊലി അടക്കം പോലും. പെണ്ണ് കാണാൻ പോയില്ലെങ്കിൽ കുഴപ്പമില്ല. അനീഷിന്റെ കാലത്തെ കടക്കി ഞാൻ ട്രോളി. അപ്പൊ അല്ല ഇത് പോണോ നല്ലൊരു പെൺകുട്ടീൻ്റെ ഇതെൻ്റെ ചേച്ചി അനിയത്തിയും. അതാ ഞാൻ അവനെ പോണത്. ചേച്ചിനെ അവൻ നോക്കിയോട്ടെ, അനിയത്തിനെ ഞാൻ നോക്കി. കുഴപ്പമില്ല, മച്ചാനായി നടക്കാം. സ്വത്ത് പങ്കുവെക്കുമ്പോ നിനക്ക് ഇളയത് ഞാനാ. വീട് എനിക്ക് വേണം. വാടക വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നുള്ളൂ മയില്. അടി ഉണ്ടാക്കും. അതല്ല ഞാൻ പറഞ്ഞ അനിയത്തിനെ ഞാൻ നോക്കണ, ചേച്ചിനെ അവൻ നോക്കണേ. എന്നിട്ടൊക്കെ വരിഞ്ഞു കൂടുന്ന കണ്ണ് കാണണ്ട് പറ്റാൻ പറ്റോ? വരിഞ്ഞു കൂടുന്ന ഫേസ് ആകെ. ദൈവമേ. വേറെ എന്താടി എന്നിട്ട് കഴിച്ചേ? കുറച്ച് അച്ഛനായിട്ട് വിളിക്കുക. അച്ഛന് ഇത്ര കളറുള്ള ഇനി അതിട്ടിട്ട് കൂപ്പിന. പിന്നെ ആള് മറ്റേ കുഴി വെട്ടിക്കൊള്ളാൻ എന്നോട് പറഞ്ഞത്. ഓപ്പണാ മനുഷ്യൻകാരല്ലടി പിന്നെ പേടിക്കാനുള്ള. പറഞ്ഞോട്ടെ, നല്ല വലിച്ചിട്ടുണ്ട്, പൊള്ളണുണ്ട്.
തനുവിന് തനുവിൻ്റെ അവിടെ തനുവിനെ സെറ്റാക്കട്ടെ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൻ ധനുമാസത്തിൻ പുലരുന്നു പാടി വെള്ളിമേഘങ്ങൾ. ഹലോ മച്ചാന്മാരെ, ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താകുമോ എന്തോന്നും എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്, കണ്ടറിയാം. ഇത് ഏതാണ് നീ? യാഷിൻ്റെ ചാർക്കോളോ എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. എന്താവും എങ്ങനെയാവും എന്നറിയില്ല. ഒരു 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് പൊളിച്ച് കളയാലോ. നമ്മളത് റിമൂവ് ചെയ്യാൻ സമയമായി. ഞാനതൊന്ന് റിമൂവ് ചെയ്യട്ടെ. മാസ്ക് പോലെ പൊളിഞ്ഞു വരും എന്നാണ് അവർ പറഞ്ഞത്. സംഭവം പക്കയാണ്. മാസ്ക് പോലെ വരുന്നുണ്ട്. മുടിയിലൊക്കെ പിടിച്ച നല്ല വേദനയായിരിക്കും കേട്ടോ. അപ്പോൾ മുടിയും പിടിച്ചിട്ടുണ്ടായി. ഞാൻ കത്രി എടുത്തൊന്ന് വെട്ടി കളഞ്ഞു. അത് നിർത്തിയില്ല. പെറ്റമഴ പരമാവധി കട്ടിയിൽ പറ്റണം കേട്ടോ, നല്ലോണം അത് പൊളിക്കാൻ. അല്ലെങ്കിൽ അത് പാട പോലെ ഇട്ട് വിട്ട് പോവും. പിന്നെ കുത്തിയിരുന്ന് പൊളിക്കേണ്ടി വരും. പൊട്ട് പോലെ നിൽക്കും. കട്ടിയിൽ പറ്റിയ വലിയ കുഴപ്പമില്ലാണ്ട് സീനില്ലാണ്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. താടിയൊന്നും വലിയ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ആ കാര്യം പേടിക്കണ്ട. താടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി ശേഷം ചെയ്താൽ മതി. അതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ കേട്ടോ. കുറച്ച് ഭാഗം കൂടി ഉണങ്ങാനുണ്ട്. കണ്ണാട കയ്യിൽ കരുതിക്കോളാം. അലമാരിയുടെ ഫ്രണ്ടിൽ പോയി ഇതാക്കി കഴിഞ്ഞാൽ ചൂവാവില്ല. കണ്ണാട കയ്യിൽ കരുതി വെച്ചിട്ട് സാധനം ചെയ്യണതായിരിക്കും നല്ലത്. നമുക്ക് കാണാൻ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. ഫോണിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് അത്രയും ക്ലാരിറ്റി കിട്ടത്തില്ല. ഉണങ്ങിയിട്ടില്ല ഗൈസ്, ഉണങ്ങി വരുന്നുള്ളൂ. പല ഭാഗങ്ങളിലും പല രീതിയിലാണ് നോക്കാം. ഒപ്പത്തിനുണങ്ങാൻ നമ്മൾ അതൊരു ഓവനിലൊന്നും അല്ലല്ലോ വെച്ചേക്കണത്. നോക്കാം. ഹലോ, നമ്മൾ അതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തു. കുഴപ്പമില്ല, സീനൊന്നുമില്ല. ഇനി പുറത്ത് വെയിൽ കൊള്ളുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീനൊന്നും ഉപയോഗിച്ചിട്ട് വെയിലത്ത് ഇതൊക്കെ ചെയ്തതിന് ശേഷം സൺസ്ക്രീനൊന്നും ഉപയോഗിച്ചോളൂ. ചിലപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ടാൻ ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം.